നമസ്കാരം. ആകാശവാണി കവരത്ത് നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. ഹലോ, പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഐസ. ഐസ. ഫുൾ നെയിം എങ്ങനെയാ? അപ്പോ ഐസ അമാൻ. ഭയങ്കര നല്ല ഷോർട്ട് പേരാണല്ലോ, നന്നായിട്ടുണ്ട്. താങ്ക്സ്. ഐസ അമാൻ ഇപ്പൊ ഏത് ദ്വീപിൽ നിന്നാ വിളിക്കുന്നത്? കവരത്തി. കവരത്തിക്കാരി തന്നെയാണോ? ഇല്ല, ആന്ധ്രോത്ത. ആന്ധ്രോത്താണ് സ്വദേശം അല്ലേ? ആ. ഓക്കെ. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? 9th. ക്ലാസ് ഒക്കെ തുടങ്ങിയോ? ആ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? KV. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയില്ലേ? അതെ. എന്നായിരുന്നു ഓപ്പൺ ചെയ്ത സ്കൂള്? 29th. മെയ് 29 ആണോ? അതെ. ഏത് ക്ലാസ് മുതലാണ് KVയിൽ പഠിക്കാൻ തുടങ്ങിയത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ. അതെ. അപ്പോൾ അത് മുതൽ ഇവിടെ കവരത്തി തന്നെയാണോ? ആ. അപ്പോൾ നാട്ടിലേക്കൊക്കെ എങ്ങനെയാ പോവല്? ലീവില് പോവും. എല്ലാ ലീവിനും പോവോ? ഇല്ല, ഡിസംബർ ലീവ്. ഡിസംബർ ക്രിസ്മസ് വെക്കേഷൻ്റെ ആ ടൈമിലാണോ? ആ. ഓക്കെ. അപ്പോൾ ഐസയുടെ വീട്ടിൽ പിന്നെ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ അനിയത്തി. അനിയത്തി ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ്? സെക്കൻഡ്. സെക്കൻഡ്. അവിടെ KV തന്നെയാണോ? ആ. ഓക്കെ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം കുറച്ച് ചോദ്യങ്ങളാവാല്ലേ? ആ. ഗ്രീൻ ക്വിസ് എന്ന പരിപാടി ഐസ നേരത്തെ കേട്ടിരുന്നോ? ഇല്ല. കേട്ടിട്ടില്ല? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? മിസ് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ 10 GK ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കുക. അപ്പോൾ 10ൽ 5 മാർക്ക്, അതായത് 5 ആൻസർ കറക്റ്റായിട്ട് വരാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സമ്മാനങ്ങൾ ഐസക്കായിട്ട് തരും. ഓക്കെ. അപ്പോൾ എന്തായാലും സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആ. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ? ആസാം. ആസാമാണോ? കേരള. എന്താ ആദ്യം ആസാം എന്ന് പറഞ്ഞേ? ആസാമിനെ വിശേഷിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ടീ ഗാർഡൻ. ടീ ഗാർഡൻ ഓഫ് ഇന്ത്യ അല്ലേ? ആ. ഇപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ. അപ്പൊ ആദ്യം തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ ശരിയായിട്ട് പരിഗണിക്കാം. ഓക്കെ. 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 അപ്പോൾ ഐസക്ക് അങ്ങനെ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. അനുകൂലമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കാരണം കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക തുടങ്ങിയ ഒട്ടനവധി സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവിടെ വൻതോതിൽ കൃഷി ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി ആഗോള സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ കേരളം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? ആ. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഇത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, മൗര്യ ഡൈനാസ്റ്റി. മറന്നുപോയി. ചന്ദ്രഗുപ്ത മൗര്യ. ആ, ചന്ദ്രഗുപ്ത മൗര്യ. ഉത്തരം ശരിയാണ്. ഇപ്പൊ എങ്ങനെ ആൻസർ കിട്ടിയ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട്? ഓർത്തുപോയി. ഓർത്ത് കിട്ടിയതാണോ? ആ. ഓക്കെ. ഓക്കെ. ഈ ചന്ദ്രഗുപ്ത മൗര്യയുടെ പിന്തുടർച്ചയായിട്ട് വന്ന ഭരണാധികാരികളെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിച്ചു എന്നേ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും പേര് ഓർമ്മയിൽ നിൽക്കുന്ന ഒരാള്. അറിയില്ല. അശോകൻ. അശോക എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം വന്ന ബിന്ദുസാര, ബിന്ദുസാരയ്ക്ക് ശേഷം വന്ന അശോകൻ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ് ഈ മൗര്യ എംപയറിൽ ഉണ്ടായിരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുവും ഉപദേഷ്ടാവുമായിരുന്ന ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം മഗധയിൽ തൻ്റെ അധികാരം ഉറപ്പിച്ചത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഏതാണ്ട് പൂർണ്ണമായും ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്ന ആദ്യത്തെ വലിയ സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. മൗര്യ എംപയർ മോള് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇത് ഹിസ്റ്ററിയിലല്ലേ? ഏത് ക്ലാസ്സിലായിരുന്നു നിങ്ങൾക്ക് പഠിക്കാൻ? 7th ഉണ്ടായിരുന്നോ? അല്ലേ, 7th ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ശരിയായിട്ടുണ്ട്. അടുത്ത 3ാമത്തെ ചോദ്യം. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്, കാനഡ, മെക്സിക്കോ. ഉത്തരം ശരിയാണ്. 2026 ഫിഫ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 3 രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവയാണ്. 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കം വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ 16 നഗരങ്ങളിലായാണ് നടക്കുന്നത്. എങ്ങനെ ഐസ, ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? ഇല്ല. വേൾഡ് കപ്പ് കാണാറില്ല? ഇല്ല. പിന്നെ ഏത് ഗെയിമിനോടാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇഷ്ടമല്ല അല്ലേ? പിന്നെ എന്താ ഹോബീസ്? ഇപ്പം എന്തൊക്കെയാണ്? ഹോബീസ് പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല? ഇല്ല. എന്നാലും ഐസ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കാണാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? അതൊന്ന് പറയാമോ?
ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. ആ പിന്നെയോ? പിന്നെ അങ്ങനൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഡാൻസ് ആയിരിക്കും ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലേ? ആ അങ്ങനെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ആ എവിടെ നിന്നാ പഠിച്ചേ? ഇവിടെ അക്കാഡമി. ഇവിടെ നമ്മുടെ കവരത്തിയിലുള്ള അക്കാദമിയിലാണോ? ആ UD അർബൻ ഡാൻസ്. അർബൻ ഡാൻസ് അക്കാദമി അല്ലേ? ആ എത്ര വർഷം പഠിച്ചു അവിടെ? 1 വർഷം 2 വർഷം അറിയില്ല. ഓക്കെ. അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നോ ഡാൻസിൽ? ആ ഇപ്പൊ പഠിക്കുന്നുണ്ടോ? ഇല്ല. നിർത്തിയോ? ആ എന്താ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതെ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം എന്തായാലും ഡാൻസ് ആണ് അപ്പോൾ ഏറ്റവും ഇഷ്ടം അല്ലേ? ആ അപ്പം അങ്ങനെ സ്കൂളിൽ പരിപാടികളൊക്കെ വരുമ്പോൾ ഡാൻസിൽ പങ്കെടുക്കാറുണ്ടോ? ആ ഗ്രൂപ്പാണോ സിംഗിൾ ആണോ കൂടുതൽ ഇഷ്ടം? ഗ്രൂപ്പ്. അപ്പോൾ ഐസയുടെ ഒരു ഡാൻസ് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് ഫോണിൽ കൂടി ആയതുകൊണ്ട് അതിനുള്ള ഒരു അവസരമില്ലല്ലോ. ഐസയുടെ സ്കൂളിലേ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമോ എന്ന് അറിയിക്കട്ടോ. എന്തായാലും വന്ന് പരിപാടി കാണാം. ഓക്കെ. അറിയിക്കോ? ആ ഓക്കെ. അടുത്ത 4ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഏതാണ്? വിച്ച് ഈസ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ? ഭാരത് രത്നാണോ? അതേ, ഉത്തരം ശരിയാണ്. ഭാരത് രത്നയാണ്. അതിനെന്താ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? കുറച്ച്. 1954 ഈ പരമോന്നത ബഹുമതി ഏർപ്പെടുത്തിയത്. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുസേവനം, കായികം തുടങ്ങി വിവിധ മേഖലകളിൽ അസാധാരണമായ സേവനങ്ങൾ നൽകുന്ന വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പിന്നെ പത്മശ്രീ എന്നിവയാണ് മറ്റു പ്രധാനപ്പെട്ട സിവിലിയൻ ബഹുമതികൾ. ഓക്കെ. അപ്പോൾ 4 ചോദ്യങ്ങളായി. 4 ചോദ്യങ്ങൾക്കും ഉത്തരം കറക്റ്റായിട്ട് വന്നു. 5ാമത്തെ ചോദ്യം ചോദിക്കാല്ലേ? യുനെസ്കോ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയിലൂടെ അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പ്രത്യേക ഏജൻസിയാണ് യുനെസ്കോ. 1945 നവംബർ 16 ഇത് സ്ഥാപിതമായത്. പാരീസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം. അപ്പോൾ എന്തായാലും 5 ചോദ്യത്തിനുള്ള ഉത്തരവും ശരിയാക്കിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഐസക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും ടെൻഷനോ പേടിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഫസ്റ്റ് ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു അങ്ങനെ പേടി തോന്നിയത്? ആൻസർ തെറ്റായി പോയത്. ആൻസർ തെറ്റാൽ പ്രശ്നം എന്താ? നമുക്കിപ്പോൾ എല്ലാ ആൻസർ അറിയണമെന്നില്ലല്ലോ അല്ലേ? ഇപ്പൊ ഐസ എന്തായാലും പഠിച്ച് ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുവരെ പഠിച്ച കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ പുതിയതായിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളും ക്വിസിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളത് പഠിച്ചു പോവും, അത്രയല്ലേ ഉള്ളൂ. പരാജയപ്പെടുമെന്നുള്ള പേടിയുണ്ടോ? അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ എക്സാമിലൊക്കെ എല്ലാ എക്സാമിലും ജയിക്കാറുണ്ടോ? ഇല്ല. തോറ്റിട്ടുണ്ടോ? പാസ്സായിട്ടുണ്ട്. പിന്നെന്താ പിന്നെ പറഞ്ഞേ? മാർക്ക് കുറഞ്ഞിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ ഐസ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. പരാജയപ്പെടുമെന്ന് പേടിച്ച് നമ്മൾ ഒന്നിൽ നിന്ന് മാറി നിൽക്കേണ്ടതുമല്ല. എല്ലാത്തിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും എല്ലാ സ്ഥലത്തൊന്നും വിജയിച്ചിട്ടൊന്നുമില്ല, പരാജയപ്പെട്ടിട്ടുണ്ടാവും. ആ പരാജയങ്ങളിൽ നിന്നും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? വിജയത്തിലേക്ക് പോകണം. അതിനുള്ള നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുക്കുക, അതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയില്ലേ? ഇപ്പോൾ നോക്കിയേ, നമ്മൾ 10 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഐസക്ക് എല്ലാം കറക്റ്റാണ് ആൻസർ. ഇപ്പം തന്നെ വിജയിച്ചു. ഇങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ പേടിച്ച് മാറി നിന്നത്. ഇപ്പോൾ ടെൻഷൻ ഇല്ലാതെ ഇനി സംസാരിക്കാം അല്ലേ? കാരണം എന്തായാലും വിജയിച്ചല്ലോ, ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ. നമ്മൾ 5 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ചോദിക്കണോ? ഇപ്പൊ ധൈര്യമൊക്കെ വന്നൂല്ലേ? ഓക്കെ. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? എലഫന്റ്. ഉത്തരം ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ഏഷ്യൻ ആനകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി 2010 ഒക്ടോബർ 22 ഇന്ത്യ ഗവൺമെന്റ് ഇവയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ആനകൾക്കുള്ള വലിയ സ്ഥാനം കണക്കിലെടുത്താണ് ഈ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത 7ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ?
ബാംഗ്ലൂർ ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ആണ്. രാജ്യത്തെ പ്രമുഖ വിവര സാങ്കേതിക ഹബ്ബും നിരവധി ആഗോള ടെക് കമ്പനികളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ആസ്ഥാനവുമായതിനാലാണ് ഈ നഗരത്തിന് ഈ പേര് ലഭിച്ചത്. ഇനിയിപ്പോൾ 3 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഈ 3 ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഐസയുടെ വിശേഷങ്ങളൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഐസയുടെ ഉമ്മയുടെയും ബാപ്പയുടെയൊക്കെ പേരെന്തെന്നാ? ഉമ്മന്റെ നൗഷിദ, ബാപ്പന്റെ സമീർ. ഇവിടെ വർക്ക് ചെയ്യുന്ന ആരാ ഇപ്പോ? ഉമ്മയാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ്? സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യാണ്. നൗഷിദ എന്നാണല്ലേ പേര്? ഓക്കെ. അനിയത്തിന്റെ പേരോ? അസറിൻ. ഐസ അസറിൻ അല്ലേ? പിന്നെ നമ്മളെ കവരത്തിയിൽ വന്നിട്ട് ഇപ്പൊ ഇത്രയും വർഷമായില്ലേ? അപ്പൊ കവരത്തേക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. ഇപ്പൊ കവരത്തിയാണോ കൂടുതൽ ഇഷ്ടം ആന്ധ്രോത്താണോ? കൂടുതൽ ആന്ധ്രോത്താണ്. ഇത്രയും വർഷം ഇവിടെ നിന്നിട്ടും കൂറപ്പ് സ്വന്തം നാടിനോട് തന്നെയാണല്ലേ? ഓ, ആന്ധ്രോത്തിലെ വീട്ടുപേരെന്തെന്നാ? എടയാക്കൽ. അങ്ങനെയാണോ? ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടോ വീട്ടില്? കുറച്ചൊക്കെ. ഓക്കെ, നമുക്ക് അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്ത ദ്വീപുകാരൻ ആരാണ്? അറിയില്ല. അതിനുള്ള ഉത്തരത്തിന് ഒരു ക്ലൂ തരട്ടെ? കിട്ടുമെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ കാലം ലക്ഷദ്വീപിലെ MP ആയി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പൊ ഉത്തരം കിട്ടിയോ? PM സയ്യിദ് ആണ് ഉത്തരം. ശരിയാണ്. ആരെങ്കിലും സഹായിച്ചായിരുന്നോ ഐസേനെ? ഇപ്പോൾ 1967 മുതൽ 2004 വരെ തുടർച്ചയായി ലോകസഭയിൽ ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ചതിലൂടെ PM സയ്യിദ് ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലം പാർലമെന്റിൽ സേവനമനുഷ്ഠിച്ച നേതാക്കളിൽ ഒരാളായി മാറി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിവിധ അന്താരാഷ്ട്ര വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ കേന്ദ്രമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 9th ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഉത്തരം ശരിയാണ്. രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാ അറിയാം ഐസക്? എന്തൊക്കെയാ പഠിച്ചത്? ബംഗ്ലാദേശ് നാഷണൽ അന്തം എഴുതിയിട്ടുണ്ട്. പിന്നെ ഏഷ്യൻ നോബൽ പ്രൈസ് പിന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഏതിലാണ് നോബൽ പ്രൈസ് കിട്ടിയത് രവീന്ദ്രനാഥ ടാഗോറിന്? ഏത് ഫീൽഡ്, ഏത് മേഖലയിലാണ്? ലിറ്ററേച്ചർ. ഓക്കെ. വേറെന്തെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ അദ്ദേഹത്തെ കുറിച്ച്? പ്രശസ്ത ബംഗാളി കവിയും നോബൽ സമ്മാന ജേതാവുമായ രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. ബംഗാളി ഭാഷയിലുള്ള ഈ ഗാനം ആലപിക്കേണ്ട സമയം എത്ര സെക്കൻഡ് ആണെന്നറിയോ? 52. വെരി ഗുഡ്. 52 സെക്കൻഡ്സ് ആണ്. 1950 ജനുവരി 24-നാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഇത് ദേശീയ ഗാനമായി അംഗീകരിച്ചത് അല്ലേ? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് 2 ദിവസം മുമ്പ് നമ്മുടെ ജനഗണമന ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുകയുണ്ടായി. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. അവസാനത്തെ ചോദ്യം ഇതാണ്. അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ്? വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ? ജൂൺ 21. വെരി ഗുഡ്. ജൂൺ 21. ഉത്തരം ശരിയാണ്. 2014 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ ദിവസം ഔദ്യോഗികമായി യോഗാ ദിനമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം 2015 ആദ്യമായി ഈ ദിനം ആചരിച്ചത്. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശാരീരിക മാനസിക ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ അവബോധം വളർത്താനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ഓക്കെ ഐസ, ഇവിടെ ഒരു അതിശയമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഐസക്ക് 10ൽ 10 മാർക്കും കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരിപാടി തുടങ്ങുന്ന സമയത്ത് പേടിച്ച ആളാണ്, പരാജയപ്പെടുമോന്ന് പേടിച്ച് സംസാരിക്കാൻ മടിച്ച ആളാണ് 10ൽ 10 മാർക്ക് വാങ്ങിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായോ? ഇപ്പൊ മൊത്തം പേടിയും ഉരുകി പോയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ നിന്നും മാറരുത്, ബാക്കിലോട്ട് നിൽക്കരുത്, എല്ലാത്തിലും മുന്നിട്ട് ഇറങ്ങുക. ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കട്ടോ. മാറി നിൽക്കരുത് കേട്ടോ ഒരു കാര്യത്തിലും. ഇപ്പൊ കണ്ടോ, പേടിച്ച കാര്യത്തിലാണ് ഫുൾ മാർക്ക് വാങ്ങിയിരിക്കുന്നത്. ഫുൾ മാർക്ക് അങ്ങനെ എല്ലാവർക്കും കിട്ടാറൊന്നുമില്ല. ഇപ്പൊ സന്തോഷായോ? ഓക്കെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കൊക്കെ കിട്ടട്ടെ. പേടി ഇതൊക്കെ മാറ്റി വെക്കട്ടോ, മറക്കണ്ട. അപ്പൊ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും.
താങ്ക് യു. ഓക്കെ, പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം. വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കാട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു. ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.